ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് മുൻകാല PSCയിൽ വന്നിട്ടുള്ള ഇംഗ്ലീഷിന്റെ 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, they dash him for many years. അപ്പോൾ എന്താക്കി തന്നിരിക്കുന്ന ഓപ്ഷൻ നോ, നോയിങ്, ഹാവ് നോൺ, ഹാസ് നോയിങ്. അപ്പോൾ ഇവിടെ നോ എന്നുള്ളത് അതൊരു സ്റ്റേറ്റ്മെന്റ് മാതിരിയാണ് ഉപയോഗിക്കുക, അല്ലാതെ ആക്റ്റീവ് ആയിട്ടുള്ള വെർബായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെർബായിട്ടാണ് ഈ നോ എന്ന് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടിന്യൂസ് ഫോം സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയിങ്, ഹാസ് നോയിങ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെയുള്ളത് നോ എന്നും ഹാവ് നോ നോ എന്നാണ്. അപ്പൊ ഞാൻ പറയാണ് ദേ നോ ഹിം വെരി വെൽ, അവന് അവരിനെ കുറിച്ച് നന്നായി അറിയാം. അങ്ങനെ പറയുന്ന സമയത്ത് നോ എന്ന് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ എങ്ങനെയാണോ, ഇവിടെ അങ്ങനെയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് അവന് എന്തറിയാം, കുറെ വർഷങ്ങളായിട്ട് അറിയാം. അതായത് ഇത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ടെൻസ് പറയുമ്പോൾ ദേ ഹാവ് നോൺ ഹിം ഫോർ മെനി ഇയേഴ്സ്, കുറെ വർഷങ്ങളായിട്ട് അവർക്ക് അവനെ അറിയാം എന്നുള്ളതിലാണ് ദേ ഹാവ് നോൺ ഹിം ഫോർ മെനി ഇയേഴ്സ്. അല്ലെങ്കിലോ they have known him since 1980 മുതൽ അവനെ കുറിച്ച് അവർക്കറിയാം. they have known him since 1980. അപ്പൊ നോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, സിമ്പിൾ പാസ്റ്റിലാണ് ഞാൻ പറയാം. they know him, അവർക്ക് അവനെ അറിയാം. they know him, അവർക്ക് അവനെ അറിയാം. ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് നമ്മൾ നോ ഉപയോഗിക്കാം. അതേസമയം നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഫോർ ദിസ് മെനി ഇയേഴ്സ്, അല്ലെങ്കിൽ ഫോർ 4 ഇയേഴ്സ്, അല്ലെങ്കിൽ ഫോർ 5 ഇയേഴ്സ്, അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് എന്താ ആൻസർ വരിക, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, റോജർ ഈസ് ദ ഡാഷ് ഓഫ് ദ 4 ബ്രദേഴ്സ്. അപ്പൊ ഒരു ഫാമിലിയിൽ എന്താണ് വലിയ മൂത്ത ആൾ എന്നാണ് പറയുന്നത്, ഏറ്റവും മൂത്ത ആൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, എൽഡസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഫാമിലിയിൽ ഏറ്റവും മൂത്ത ആൾ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എൽഡസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താ പറയുക, റോജർ ഈസ് എൽഡസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുമ്പോൾ അതിന് മുമ്പ് ആർട്ടിക്കിൾ ദാ വരും. അപ്പൊ റോജർ ഈസ് ദ എൽഡസ്റ്റ് ഓഫ് ദ 4 ബ്രദേഴ്സ്. ആ പറഞ്ഞിട്ടുള്ള 4 പേരിലെ ഏറ്റവും മൂത്തവനാണ് റോജർ എന്ന് പറയുന്നത്. ഇനി എൽഡർ അപ്പോൾ ഉപയോഗിക്കാം. എൽഡർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. നമ്മൾ ഏതായിട്ടെങ്കിലും ഒരു കമ്പാരിറ്റീവ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഫ്രെഡറിക് പറഞ്ഞ ഒരാളുടെ വയ്ക്കാം. അപ്പൊ റോജർ ഈസ് എൽഡർ ദാൻ ഹിസ് ബ്രദർ ഫ്രെഡറിക്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, ഫ്രെഡറിക്കിനേക്കാൾ റോജർ എൽഡർ ആണ്. അങ്ങനെ പറയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. അതേസമയം ഒരു ഫാമിലിയിലെ ഏറ്റവും അല്ലെങ്കിൽ ആ ബ്രദേഴ്സിലെ ഏറ്റവും മൂത്ത ആളാണ്, അല്ലെങ്കിൽ ഏറ്റവും മൂത്ത ആളാണ് എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കേണ്ടത്, എൽഡസ്റ്റ് അഥവാ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഓൾഡറും ഓൾഡസ്റ്റും ഇതും ഇങ്ങനെ തന്നെയാണ്. ഓൾഡർ പറഞ്ഞാൽ നമ്മൾ സാധാരണ ബിൽഡിംഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ളത് എന്നുള്ള ലെവലിലാണ് ഓൾഡറും ഓൾഡസ്റ്റും ഉപയോഗിക്കുന്നത്. ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഓൾഡർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയുമാണ്. അതായത് നമ്മൾ 2 വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഓൾഡർ, എൽഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓൾഡർ എൽഡറൊക്കെ യൂസ് ചെയ്താൽ പിന്നെ ദാൻ എന്നുള്ളതും വരേണ്ടി വരും. കണ്ടോ, ഓൾഡർ ദാൻ, എൽഡർ ദാൻ അങ്ങനെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കമ്പയർ ചെയ്യണം, മറ്റൊരാളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യണം. പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം, ഓൾഡസ്റ്റ് എൽഡസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ ദ എന്ന് വരും, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐ ഡാഷ് മൈ ഓൾഡ് ഫ്രണ്ട് ആഫ്റ്റർ 15 ഇയേഴ്സ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ 15 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രേസ് എന്ന് പറയുന്നത് റാൻ ഇൻറ്റു എന്നാണ്. ഐ റാൻ ഇൻറ്റു മൈ ഓൾഡ് ഫ്രണ്ട് ആഫ്റ്റർ 15 ഇയേഴ്സ്. 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ടിനെ കണ്ടുമുട്ടി. റാൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്, മീറ്റ് ബൈ ചാൻസ്, ആക്സിഡന്റൽ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ
പെട്ടെന്ന് കാണപ്പെടുന്ന എന്നുള്ള അർത്ഥമാണ് റാൻ ഇൻറ്റു അല്ലെങ്കിൽ റൺ ഇൻറ്റു എന്നുള്ള ഇത് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? റാൻ ഇൻറ്റു. ഇനി റൺ ഫോർ. റൺ ഫോർ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ലീഡർഷിപ്പിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടോ മറ്റ് എലക്ട് ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്? റൺ ഫോർ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് പാസീവ് ഫോം ഓഫ് ഹാവ് യു സീൻ എ ടൈഗർ. അപ്പൊ ഇതെങ്ങനെ എഴുതുക? നിങ്ങൾ ഒരു ടൈഗറിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളിത് പാസീവ് വോയിസിൽ എഴുതണം. അപ്പൊ പാസീവ് വോയിസിൽ എഴുതുമ്പോൾ എന്താ എഴുതും? ഒരു ടൈഗർ നിങ്ങളാൽ കാണപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങളൊരു ടൈഗറെ കണ്ടിട്ടുണ്ടോ? നമ്മളപ്പോ പാസീവ് വോയിസിലാകുമ്പോൾ എന്താ പറയാ? ഒരു ടൈഗർ നിങ്ങളാൽ കാണപ്പെട്ടിട്ടുണ്ടോ എന്നായിരിക്കും ചോദിക്കാം. മലയാളത്തിൽ അങ്ങനെയാണ്. അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരു ഇത് തോന്നുന്നത്, ഒരു അകൽച്ച തോന്നുന്നത്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യുന്ന ചെയ്യണം? നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ആദ്യം ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് ഒബ്ജക്റ്റ്? എ ടൈഗർ ആണ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? നമ്മള് യു ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് നമ്മൾ പറയണ നീ ഒരു ടൈഗറെ കണ്ടിട്ടുണ്ടോ? അതേസമയം നമ്മളത് പറയണ നിങ്ങളൊരു ടൈഗറെ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ എന്താ ചെയ്യാം? യു ഹാവ് സീൻ എ ടൈഗർ. അപ്പൊ അതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ടൈഗർ ആണ്. അപ്പൊ നമ്മൾ പാസീവ് ഫോമിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒബ്ജക്റ്റിനെ എടുക്കണം, എ ടൈഗർ. ഇവിടെ എന്താണ്? ഒരു ടൈഗർ ആണുള്ളത്. അപ്പൊ അതിന്റെ സിംഗിൾ ഫോം ആണ് വരിക. അപ്പൊ എ ടൈഗർ ഹാസ്. ഇവിടെ പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹാസ് ബീൻ. പിന്നെ എന്ത് ചെയ്യണം? വെർബിന്റെ പെർഫെക്റ്റ് ഫോം ഉപയോഗിക്കണം. ഹാസ് ബീൻ സീൻ ബൈ, ആരാണ് സബ്ജക്റ്റ് എഴുതാൻ? ബൈ യു. അപ്പൊ എ ടൈഗർ ഹാസ് ബീൻ സീൻ ബൈ യു എന്നതാണ് കറക്റ്റ് ഉള്ള ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ഹാവ് ആണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഹാവ് യു എന്ന് ചോദിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹാസ് ഫ്രണ്ടിൽ വെക്കണം. ഹാസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു എന്ന് വരണം. അപ്പൊ ഓപ്ഷൻ എന്താണ്? എ ആണ് ഓപ്ഷൻ. ഫോർ യു ആണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാണപ്പെടുന്നത്? അല്ല, നിങ്ങളാലാണ് കാണപ്പെടുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല. ഫോർ എന്ന് പറയുമ്പോൾ സാധാരണ വേണ്ടി എന്നുള്ള അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫോർ മെനി ഇയേഴ്സ് ഐ ഹാവ് ബീൻ ടു പാലക്കാട് ഫോർ മെനി ഇയേഴ്സ്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ചൂസ് ദ കറക്റ്റ് വൺ എന്നാണ് ക്വസ്റ്റ്യന്. അത് വിട്ടുപോയിട്ടുണ്ട്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഹാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. അത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. ഇത് കറക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഹാസ് ബീൻ വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് പിന്നെയും കറക്റ്റ് ആവും. അല്ലെങ്കിലോ? ഇനി എ ഗുഡ് ഡീൽ ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? അത് അൺകൗണ്ടബിൾ ആണ്. ടൈം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. എ ഗുഡ് ഡീൽ ഓഫ് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് അൺകൗണ്ടബിൾ ആണ്. ഈ അൺകൗണ്ടബിൾ നോണിന്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ബി തെറ്റാണ്. ഇനി ഇവിടെ വേറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ എ ഗുഡ് ഡീൽ ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ വാട്ടർ അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കാം വാട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വാട്ടർ തന്നെ ഹെൽത്തിന് ഗുഡാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആ ഒരു സമയത്ത് ഈസാണ് നോക്കിയത്. നമ്മൾ പറയാൻ പറ്റില്ല വാട്ടർ ആർന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് വെള്ളം എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വാട്ടർ ആർന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ വരുമ്പോൾ എന്താണ് വരിക? എ ഗുഡ് ഡീൽ ഓഫ് ടൈം കഴിഞ്ഞിട്ട് സിംഗുലർ നൗൺ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ വേർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപയോഗിക്കുന്നത്? വേർ പറഞ്ഞാൽ എവിടെ, അവിടെ എന്നുള്ള അർത്ഥമാണ് ഈ വേർ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് തെറ്റ്. അത് റെഡിയാണോ? അതും ശരിയല്ല, അതും തെറ്റാണ്. മൂന്നാമത് എ ഗുഡ് ഡി എന്ന ഓപ്ഷൻ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. അത് കറക്റ്റ് ആണ്. കാരണം സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസീവ് വോയിസിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ ബൈ യു. നിങ്ങളാൽ ഈ ഒരു നല്ലൊരു സമയം വേസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. ആദ്യത്തെ ഓപ്ഷൻ എങ്ങനെയാണ്? എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഹാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. അത് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? എ ഗുഡ് ഡീൽ ഓഫ് ടൈം, ഒരു നല്ലൊരു സമയം, ഹാസ് ബീൻ വേസ്റ്റഡ്.
എന്ന് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അങ്ങനെ ഈ ഒരു സെന്റൻസ് വേണമെങ്കിൽ കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്നും പറയുന്നത് ഡി ആണ് ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.